ഹായ്, എല്ലാവർക്കും ഗ്ലോ അപ്പ് വിത്ത് സാൻഡി യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് കരിഞ്ജീരകത്തിനെ പറ്റിയിട്ടാണ്. ഓക്കെ, അത് ഹെയർ കെയറിലാണ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹെയർ കെയറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കരിഞ്ജീരകം കുറച്ച് വെള്ളത്തിൽ നന്നായി ബോയിൽ ചെയ്തിട്ട് ഹെയർ സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കുളിക്കുന്ന മുമ്പ് എപ്പോഴും ഇങ്ങനെ തലയോട്ടിയുടെ ഇടയിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് വിടേണ്ടതാണ്. ഓക്കെ, ഗ്യാപ്പിൽ ഇങ്ങനെ ഉള്ളപ്പോൾ ജസ്റ്റ് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്ന മെല്ലെ ഒരു ബേബി ഹെയർസൊക്കെ വളർന്ന് വരുന്നതാണ്, കറുപ്പോടെ വളരുന്നതാണ്. ഓക്കെ, അത് ഉപയോഗിക്കാം. പിന്നെ ഹെയർ ഡൈ ആയിട്ടും ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇതിലെന്താണെന്ന് വെച്ചാൽ ചായയുടെ പൊടി, പിന്നെ കരിഞ്ജീരകം, പിന്നെ കുറച്ച് ഉലുവ. ഓക്കെ, അതൊരു സ്മൂത്ത്നെസ് നൽകാനാണ്. ഓക്കെ, മുടിയിൽ നല്ല ഒരു സോഫ്റ്റ്നെസ്, താരൻ പ്രശ്നം, ചൊറിച്ചിൽ പ്രശ്നമൊക്കെ ഉള്ളവർ അത് ഉപയോഗിക്കുന്നതാണ് ഉലുവ. ഓക്കെ, അതിൻ്റെ കൂടെ കുറച്ച് മെഹന്തി ലീവ്സ്, അത് നാച്ചുറലായിട്ട് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മെഹന്തി പൗഡറാണ്. നിങ്ങൾക്ക് മൈലാഞ്ചിയുടെ പൊടി എടുക്കാവുന്നതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈലാഞ്ചി സെറ്റായിട്ടില്ലെങ്കിൽ ഭൃംഗരാജിൻ്റെ കയ്യോഞ്ഞി എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ ഇലകളൊക്കെ എടുത്തിട്ട് ഒരു ഹെയർ പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കരിഞ്ജീരകം, പിന്നെ ഇത് ചായയുടെ പൊടി, അത് തിളപ്പിച്ച് ആറിയ വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ പാക്കിൽ കുറച്ച്, അത് നിങ്ങളുടെ മുടിയുടെ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് എടുത്തിട്ട് ആ ഒരു ഹെയർ പാക്ക് എടുത്തിട്ട് അതിൽ കുറച്ച് ഡിക്കോക്ഷൻ ഉപയോഗിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കരിഞ്ജീരകം, ഉലുവ, പിന്നെ കറിവേപ്പില വേണമെങ്കിൽ എടുക്കാം. അതും കറുക്കാനുള്ള ഒരു മുടി നന്നായിട്ട് ആരോഗ്യമായിട്ടുണ്ടാവാനും നീളത്തിൽ വളരാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ കയ്യോന്നി ഇനി ഇത്രയും നന്നായി മിക്സിയിൽ അടിച്ചെടുക്കുക. ഓക്കെ, അത് ചാറ് മാറ്റിയിട്ട് അതിൽ നിങ്ങൾക്ക് ചായയുടെ ഒരു വെള്ളം, അതായത് ഡിക്കോക്ഷൻ എന്ന് പറയുന്നത് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് തലയോട്ടിയിൽ ഉപയോഗിക്കുക. ഇല്ലെങ്കിൽ ടോണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തത് കരിഞ്ജീരകത്തിൻ്റെ എണ്ണയായിട്ടും ഉപയോഗിക്കും. കരിഞ്ജീരകം, ഉലുവ, പിന്നെ കറിവേപ്പില, ഇത് ഇത്രയും മിക്സ് ചെയ്തിട്ട് എണ്ണ കാച്ചാറുണ്ട്. ഓക്കെ, അത് നല്ല കറുപ്പോടെ വളരാൻ സഹായിക്കും. നരമുടി അത് വരാതെ തടയും. ഓക്കെ, അപ്പോൾ ഞാൻ മെല്ലെ ഇപ്പോൾ കരിഞ്ജീരകത്തിൻ്റെ ഇനി ഹെയർ പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. അതാണ് ഒന്നും റിസൾട്ട് കാണാൻ പറ്റാത്തത്. ഓക്കെ, ഞാൻ ഉപയോഗിച്ചിട്ട് എൻ്റെ റിവ്യൂ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തതായി പറയാനുള്ളത്, അതിൻ്റെ എണ്ണ റെഗുലറായി യൂസ് ചെയ്യുമ്പോൾ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനും, പിന്നെ വേണ്ടാത്ത താരനും ചൊറിച്ചിലൊക്കെ മാറ്റാൻ സഹായിക്കും. ഓക്കെ, പിന്നെ അടുത്തതായി പറയാനുള്ളത് കരിഞ്ജീരകത്തിൻ്റെ ഒരു ലേഹ്യം പോലെയും ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അത് വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനെക്കുറിച്ച് ഒരുപാടൊന്നും എനിക്ക് നോളജ് ഇല്ലാത്തതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത് എപ്പോഴും ഞങ്ങളുടെ കിച്ചണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഹിന്ദിയിൽ ഇത് കലോഞ്ചി സീഡ്സ് എന്നും പറയും. അപ്പോൾ ഒരുപാട് അവിടെ നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ഹെയർ പാക്കായിട്ടും ഒക്കെ ഒരുപാട് ഉപയോഗിക്കും. സ്പ്രേ ആയിട്ടും ഒരുപാട് റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് അവർ. ഓക്കെ, പിന്നെ ഇതിൻ്റെ കൂടെ പഴവും ചേർക്കാം. അതായത് ഇത് ഏത്തപ്പഴമോ ഇല്ലെങ്കിൽ നോർമൽ പഴത്തിൻ്റെ കൂടെ ഈ ഇത് കരിഞ്ജീരകം
നന്നായി അരച്ചിട്ട് അത് തേക്കുന്നതാണ്. ഓക്കെ, അത് ബനാന നന്നായി സ്മാഷ് ചെയ്യണം. അത് തലയോട്ടിലൊന്നും ഒട്ടാതെയാണ് നോക്കേണ്ടത്. കുറച്ച് ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിട്ട് എടുത്താൽ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ കഞ്ഞി വെള്ളത്തിൻ്റെ കൂടിയും ഇത് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, കരിഞ്ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവെ ഇത് റെഗുലറായി ഉപയോഗിക്കുമ്പോൾ ഹെയർ കെയറിലാണ് ഏറ്റവും കൂടുതൽ അത് ഇമ്പോർട്ടൻസ് നൽകുന്നത്. പിന്നെ ലോങ്കർ ടൈം നോക്കുമ്പോൾ കരുത്തോടെ വളരാനും കറുപ്പോടെ മുടിയിഴകൾ സൂക്ഷിക്കാനും ഈ കരിഞ്ജീരകം നമുക്ക് സഹായിക്കുന്നതാണ്. ഓക്കെ, കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ അത് അറ്റ്ലീസ്റ്റ് ഒരു 8 to 10 years എങ്കിലും നന്നായിട്ട് ഉപയോഗിക്കണം. എന്നാലേ നമുക്കതൊരു ഒരു മുടിയുടെ നാച്ചുറൽ കളറ് ഒരുപാട് വർഷത്തോളം നമുക്ക് കാത്തു സൂക്ഷിക്കുന്നതിൽ ഇത് നല്ല നമുക്കൊരു സഹായകമാണ്, ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ റെഗുലറായി നിങ്ങളും കരിഞ്ജീരകം ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പിന്നെ ഞാൻ ഇനിയൊരു കാര്യം കൂടി പറയാൻ ഉദ്ദേശിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചാനലിൽ ആദ്യമേ ഒരു സബ്സ്ക്രൈബേഴ്സും ഉണ്ടായിരുന്നു, കൂടുന്നുമില്ല, ഉള്ളതും കുറയുന്നുണ്ട്. അതെന്തിനാണെന്ന് അറിയുന്നില്ല. പക്ഷെ നിങ്ങൾ വ്യൂവേഴ്സ് ആയിട്ടുള്ളവർ നിങ്ങൾ നീറ്റായിട്ട് കംപ്ലീറ്റായിട്ട് നോക്കുക വീഡിയോസ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. പിന്നെ ഇനിയൊരു കാര്യം കൂടി പറയാനുള്ളത്, ആർക്കെങ്കിലും ഈ ഒരു യൂട്യൂബ് ചാനൽ, നോർമൽ യൂട്യൂബ് ചാനലിന് വെറുതെ കണ്ടൻറ്റ്സ് ഒന്നും ഇല്ലാതെ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഓക്കെ, അത് വേണ്ടാത്തതാണ്. ഒന്നും ആ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ട് കാര്യമില്ല. ഓക്കെ, അത് ചാനൽ ഗ്രോ ആവാനാണ് ഹെൽപ്ഫുൾ ആവുക. പക്ഷെ എൻ്റെ ഒരു നോർമൽ യൂട്യൂബ് ചാനലിന് തന്നെ സബ്സ്ക്രൈബേഴ്സ് വരാറുണ്ട്. അതെന്തിനാണെന്നൊന്നും അറിയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് റിമൂവ് ചെയ്യാൻ അറിയുകയാണെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കുറിച്ചും ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.